ശരിക്കും ഞാൻ ചോദിക്കുന്നത് ലോജിക്ക് നോക്കുന്നവരൊക്കെ അങ്ങനെയാണെങ്കിൽ ഏത് നായകനെങ്കിലും ഇഷ്ടപ്പെടും, നായകന്റെ യഥാർത്ഥ സ്വഭാവം ഇഷ്ടപ്പെടും. അപ്പൊ പിന്നെ ലോജിക്ക് ഒന്നുമില്ല, എന്റർടൈൻമെന്റ് നോക്കുന്നവർക്ക്. അഖിലേട്ടാ എക്കോ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്. കൺട്രി കണ്ട സിനിമ തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കണ്ട സിനിമ. പക്ഷെ ചിലവരൊക്കെ പറയുന്നു അത്രയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതങ്ങനെ കുറച്ച് ചിന്തിക്കാനുണ്ട്. സസ്പെക്സ് കാര്യങ്ങള് കുറച്ച് ചോദ്യചിഹ്നങ്ങളൊക്കെ ഇട്ട് തരുന്നുണ്ട് സിനിമ. അപ്പൊ അത് ചിലപ്പോ അങ്ങനെ ആൾക്കാർക്ക് ചിന്തിക്കാൻ വെച്ചൊന്നും വരുന്നില്ല. ഈ കിഷ്കിന്ധാകാന്ഡം പോലെ അതിനൊക്കെ മുകളിൽ സിനിമ, അതിനേക്കാൾ മുകളിലോ? അമ്പോ, കിഷ്കിന്ധാകാന്ഡത്തിന് തന്നെ ഭയങ്കര അഭിപ്രായമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇനി ഡിസംബർ നവംബർ അല്ലേ ഈ മാസം, അടുത്ത ഡിസംബർ കുറെ സിനിമ ഇറങ്ങും. അത് ഇനി അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന സിനിമ. അത് പൊളി, കണ്ടു നോക്ക്. അപ്പൊ എന്തായാലും ഒന്ന് കാണണം. അല്ല, ഈ കിഷ്കിന്ധാകാന്ഡം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്. അനന്തോ കിഷ്കിന്ധാകാന്ഡം കണ്ടിട്ട് ഇഷ്ടമില്ല, സിനിമ ഇഷ്ടമില്ല എന്നൊക്കെ ചില ആളുകൾ. അതിപ്പോ പടം കാണുന്ന എല്ലാവർക്കും ഒരേ ക്ലാസ് ഉണ്ടാകത്തില്ലേ, അതിനനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങളും മാറ്റം വരും. അങ്ങനെ പറയാൻ പറ്റുമോ? ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ക്ലാസ് എന്നല്ലല്ലോ, ക്ലാസ് അതൊരു ഇതാണ്, ഒരു എന്താ പറയാ, നമ്മള് സാധാരണ ഒരു തരത്തിൽ നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത് ഒരു വിവേകം. ഒരു പടം കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു വിവേകം ഉണ്ടാവണം. ഈ ദൃശ്യം സിനിമ ഇറങ്ങിയിട്ടേ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ അല്ല. ചിലർക്ക് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ് ഞാൻ ഒരുത്തോട് ചോദിച്ചു, അത് നമ്മുടെ ഒരു ക്രൈമ് ഒളിപ്പിച്ച് വെക്കുന്നല്ലേ, മോഹൻലാൽ അത് വില്ലനല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കുറെ ആൾക്കാരുണ്ട്. അതല്ല, ഈ സിനിമയുടെ ഈ നിലവാരം എന്ന് പറയുമ്പോഴേ ഇപ്പൊ അഖില് പറഞ്ഞ വളരെ കറക്റ്റ്. അപ്പൊ ചില സിനിമകൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, ചില ആളുകൾ അതിനെ കുറിച്ച് പലതരത്തിൽ സിനിമ കാണുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ ഇങ്ങനെ ക്ലാസ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പലതരത്തിൽ സിനിമ കാണുന്ന ആൾക്കാരുണ്ട്, പല ആവശ്യങ്ങൾക്ക് സിനിമ കാണുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇപ്പൊ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ വെറുതെ ജസ്റ്റ് കണ്ടിട്ട് ആ സിനിമ അവിടെ തന്നെ തീർക്കുന്ന ആളുകളുണ്ട്. അതല്ലാതെ ആളുകളുണ്ട് ഇപ്പോൾ അതിന്റെ പൊളിറ്റിക്സും അതിന്റെ പ്രശ്നങ്ങളും ഇതൊക്കെ അന്വേഷിച്ച് അതിനെ ഒരു സിനിമ കാണുന്ന ആളുകൾ പലതരത്തിലാണ് ഒരു സിനിമനെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്കിപ്പോ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ചിലപ്പോ എക്സ്പോഷറുകളൊക്കെ വ്യത്യാസം വരില്ലോ, ഒരാളുകൾക്ക് കിട്ടുന്ന എക്സ്പോഷർ. സിനിമ എത്രയും സിനിമകളാണ് ഒരാളുകൾ കണ്ടെന്നൊക്കെ. ചില ആളുകൾ വെറും തമാശ പടങ്ങൾ മാത്രം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത്ര അഭിപ്രായങ്ങൾ ആ സിനിമയെ ബാധിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ കിഷ്കിന്ധാകാന്ഡം കണ്ടിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഓൾമോസ്റ്റ് ഒരു 99% വർക്കായ പടമാണ്. അതിനകത്തൊരു 1% ആണ്. പക്ഷേ ഈ 1%ന്റെ അഭിപ്രായങ്ങളും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഇന്നിപ്പം ഈക്കോ ഇറങ്ങിയ സമയത്ത് അതേപോലെ തന്നെ ഈ പടം ഇറങ്ങുമ്പോഴും അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. എക്സ്പോഷർ വർക്ക് ശരിയാണ്, എനിക്ക് വർക്ക് ഈ എക്സ്പോഷർ ഇല്ലാത്ത കുറേ പേര്. പക്ഷെ എല്ലാവർക്കും നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് ഡയറക്ടർ വന്നിട്ട് സ്പൂൺ ഫീഡ് ചെയ്യുക പരിപാടി അത്ര രസമല്ലല്ലോ. ഇപ്പം ഡയറക്ടർ ഒരു ഫ്രെയിം വെച്ചു, ഒരു വൈഡ് ഫ്രെയിം വെച്ചു, എന്തെങ്കിലും അതിലൊരു സ്റ്റോറി ടെല്ല് ചെയ്യണം. അത് ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കായില്ല. എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറയാൻ പറ്റും ഞാൻ ആ വൈഡ് ഫ്രെയിമിൽ ഇതാണ് വെച്ചെന്ന് ഡയറക്ടർക്ക് എത്ര പേരോട് പറയാൻ പറ്റും? അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാള് അവിടെ കാണുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. അത് ശരിയാണ്. ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അതിനെങ്ങനെ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സിനിമയുടെ കാര്യം പറയുമ്പോൾ രണ്ട് തരത്തിലെ ആളുകളുണ്ട്. ഒരു സിനിമയെ കുറിച്ചിട്ട് മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം പറയാം. അതല്ലാതെ സിനിമ തീരെ കൊള്ളില്ല, ഈ പറയുന്ന പോലെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോഴാണ് ആ സിനിമയെ അത് ബാധിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നല്ല സിനിമയാണെങ്കിൽ കിഷ്കിന്ധാകാന്ഡമൊക്കെ വലിയ രീതിയിൽ ആളുകൾ അംഗീകരിച്ചിട്ടുള്ള നല്ല രീതിയിൽ കയ്യടി ലഭിച്ചിട്ടുള്ള സിനിമയല്ലേ. അതുപോലെ തന്നെയാണ് എക്കോ. ഇപ്പൊ എക്കോ ഞാൻ കണ്ട സിനിമയാണ്. അത് ആ സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ ഇറങ്ങി വരുന്ന അവിടെ വെച്ചിട്ട് പോരുന്ന തരത്തിലുള്ളൊരു സിനിമയല്ല. അതിപ്പോ ചിലർ പറയുന്നു സിനിമ എന്റർടൈൻമെന്റ് ആണ്, അതിനകത്ത് ലോജിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പലരും പല അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു സിനിമ ഇപ്പൊ എക്കോ പോലത്തെ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ കണ്ടിട്ട് അതിന്റെ ക്ലൈമാക്സ് മനസ്സിലായിട്ട് കഥ തീർന്നു എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു സംഭവമല്ല. നമുക്ക് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ ലൈഫുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ സിനിമ കാണുന്ന പല ആളുകളുണ്ട്, പലതരത്തിലുണ്ടാവും. പക്ഷെ ഈ പറയുന്ന പോലെ ഓരോരുത്തർക്കും ഒരു സിനിമ കാണുന്ന വഴി കിട്ടുന്നത് പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അത് പക്ഷെ ആ കാര്യങ്ങളെ ഇപ്പോ ചില എന്താ പറയാ അതിപ്പോ എന്റർടൈൻമെന്റ് മാത്രമേ പാടുള്ളൂ സിനിമ, അങ്ങനെയൊന്നും പറയാനും പറ്റില്ല. അത് മാത്രമല്ല ഒരു സിനിമ മോശമാണെന്ന് ഒറ്റയടിക്ക് അങ്ങനെ അത് ആ സിനിമ കൊള്ളൂല എന്ന് ഒറ്റയടിക്ക് പറയുന്നതിനോട് എനിക്ക്
വിയോജിപ്പാണുള്ളത്. സിനിമ കാണാൻ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ആ അഭിപ്രായം നല്ല അഭിപ്രായമാണോ മോശം അഭിപ്രായമാണോ? സിനിമ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വ്യക്തമായ ഒരു അഭിപ്രായം പറയാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ രണ്ടുപേര് പടം കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വർക്കാവുകയും എനിക്ക് വർക്കാവാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടോ? ഇപ്പം 2 ദിവസം മുമ്പ് നമ്മൾ ഇറങ്ങിയൊരു പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് എൻ്റെ കൂടെ വന്നവർക്ക് വർക്കാവുകയും എനിക്ക് വർക്കാവാതെയും പോയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ രണ്ടുപേരുടെ നിലവാരത്തിൽ പ്രശ്നമാണ്. അല്ല നിലവാരം എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളെ എന്താ ഒരു നമ്മൾ എങ്ങനെയാണോ അല്ലെങ്കിൽ കാഴ്ചപ്പാട് ആ രീതിയിലായിരിക്കും. അല്ലാണ്ട് നമുക്കിപ്പം ഒരാൾക്ക് ഇന്ന നിലവാരമാണ്, അപ്പൊ അയാൾ ആ രീതിയിലുള്ള സിനിമകളാണ് അയാൾക്ക് ഇഷ്ടപ്പെടുക എന്ന രീതിയിൽ നിലവാരം എന്ന വേർഡ് യൂസ് ചെയ്തതുകൊണ്ട് ഞാനത് പറഞ്ഞതാ. നിലവാരം എന്റെ കാഴ്ചപ്പാടിൽ അതിന് ഞാൻ കരുതുന്ന കാഴ്ചപ്പാടിൽ അത് നിലവാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഒരു പടം കാണുമ്പോൾ അയാളുടെ കാഴ്ചപ്പാട് അയാളുടെ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ, അതായത് ഇപ്പൊ എന്നേക്കാൾ ചിലപ്പം എക്സ്പീരിയൻസ് ഉള്ളത് ആ പടത്തെ കുറിച്ച് ചിലപ്പോൾ എന്നേക്കാൾ കൂടുതലായിട്ടായിരിക്കും, അതായത് ഇപ്പൊ എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടോണ്ടായിരിക്കും അത് സംസാരിക്കും. നമുക്ക് കണക്ട് ആവുന്ന വിഷയം സിനിമയായിട്ട് നമുക്ക് കണക്ട് ആവും. എല്ലാവർക്കും ആ സിനിമ ചിലപ്പോൾ കണക്ട് ആയിരുന്നു. എനിക്ക് മഞ്ഞുമൽ ബോയ്സ് കണക്ട് ആയിട്ടില്ല, പക്ഷെ അത് ഭയങ്കര ഹിറ്റ് മൂവി ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര വർക്കായിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ പോയി ഞാൻ കണ്ട സമയത്ത് എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണോ ഒരു ടൂറ്, ഇങ്ങനെയാണോ ഇത് ഫുൾ വെള്ളവാടിയാണല്ലോ എന്ന് പറഞ്ഞു എനിക്ക്. പക്ഷെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ലൈഫ് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ അതൊരു ഗേൾസ് ഹോസ്റ്റലാണ് കാണിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബോയ്സിന് ചിലപ്പോൾ അത് എത്രത്തോളം കണക്ട് ആവാൻ പറ്റും. ഇപ്പം ചോക്ലേറ്റ് മൂവിയിലെ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളത് ജീവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമകൾ കാണുമ്പോൾ നമ്മുടെ വായനയും നമ്മുടെ അനുഭവവും നമ്മുടെ അറിവും നമ്മുടെ ജീവിതം എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ആ സിനിമയെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു. എല്ലാ സിനിമയും എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഹിറ്റ് ആവാം, ഹിറ്റ് ആവാതിരിക്കാം. പക്ഷെ നമ്മൾ എനിക്കൊന്നൊരു ഭയം കൂടിയാണ്. ഇപ്പൊ ഹിറ്റ് ആവുന്ന ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് വർക്കായില്ല എന്ന് പറയാൻ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പേടി കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇത് തന്നെയാണ് എക്സ്പോഷർ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്റു, നിങ്ങൾ എങ്ങനെയാണ് സിനിമ എന്ന് പറയുന്നത് ഒരു ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് മീഡിയ ആയിട്ടാണ് കാണുന്നത്. അപ്പം നമ്മളതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഒരു സിനിമയെ ഒരു എന്റർടൈൻമെന്റ് മീഡിയ ആയിട്ട് കാണുമ്പോൾ ഇത് കൂടുതൽ ലോജിക്കൊന്നും നോക്കണ്ട, പോയി കാണുക, മറക്കുക. ഇപ്പോൾ ഇവിടുത്തെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർഡം ഉള്ളത്. ഈ ആരാധന കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലോട്ടൊക്കെ മനുഷ്യന്മാർ അല്ലെങ്കിൽ ആളുകൾ ആ ഒരു സിനിമ കാണുമ്പോൾ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. ഇമോഷണൽ കണക്ട് ഉണ്ടെങ്കിൽ ഏത് സിനിമയും വിജയിക്കും. അതിന് പല രീതിയിൽ പല കാരണങ്ങളൊക്കെ പറയുന്നുള്ളൂ. ഇമോഷണൽ ആ ഒരു കണക്ഷനിൽ അല്ലെങ്കിൽ ഇമോഷണലായിട്ട് നമ്മൾ ആ സിനിമയെ കാണുന്നതുകൊണ്ടാണ് കൂടുതൽ താരാരാധന ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ സിനിമയെ കുറച്ചുകൂടി വൈകാരികമായിട്ടൊക്കെ കാണുന്നത്. സിനിമ ഇപ്പോൾ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ടൂളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ അജണ്ട പ്രൊപ്പഗാൻഡയൊക്കെ സെറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഇമോഷണൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആണ്. ഞാൻ സിനിമ കാണുമ്പോൾ ലോജിക്ക് നോക്കാറില്ല. അപ്പോൾ പറക്കുന്നതോ ഇടിക്കുന്നതോ അങ്ങ് തെറിച്ചു പോകുന്നതൊക്കെ കണ്ടാലും അത് എന്നെ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആ സിനിമ കൂടുതലായിട്ട് കണ്ടു പോകുന്നുള്ളൂ. അതിനകത്ത് കൂടുതൽ ഒഴിഞ്ഞിരിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ല, ഇവിടെ ഇപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ഈ സിനിമയ്ക്ക് ഈ മനസ്സിലാക്കുന്നതിനൊരു ക്ലാസ് ഉണ്ട്. ഇപ്പം മതിലുകൾ എന്ന് പറയുന്ന പോലെ സിനിമക്കുള്ളിൽ ഒരു വേർതിരിവുണ്ടോ ഈ മനസ്സിലാക്കുന്നതിന് എന്നുള്ളൊരു ടോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ കാണുന്നത്? ഇപ്പം സിനിമ കാണുന്നതിന് ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്ക് സിനിമ ആസ്വദിക്കുന്നു. ഈ സിനിമ കാണുന്നതിനൊരു ക്ലാസ് ഉണ്ടോ? അവരുടെ ഈ മനസ്സിലാക്കലിന് വിവേകത്തിനൊരു ക്ലാസ് ഉണ്ടോ? അതിൽ അങ്ങനെയൊന്നുമില്ല. സാധാരണക്കാരെ സംബന്ധിച്ച് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ അവൻ്റെ ജീവിതത്തോട് ഇപ്പം നമ്മുടെയൊക്കെ ഇവിടുത്തെ ഇന്ത്യൻ സിനിമകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ മലയാള സിനിമകളൊക്കെ വേറിട്ട് നിന്നിരുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയ കഥകളായിട്ട്. ഇപ്പം ചെമ്മീനായാലും അങ്ങനെ ഏത് നോക്കിയാലും അങ്ങനെയാണ്. ഇപ്പം ഇച്ചിരിയൊക്കെ ജീവിതത്തിൻ്റെ രീതിയും സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു ജീവിതത്തിൻ്റെ പേസ് മാറിയിട്ടുണ്ട്, പ്രയോറിറ്റിയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാവരും പടം കാണും. ഒരു മാസിനെ ആ ഒരു മാസ് സൈക്കോളജി എന്ന് പറയുന്നത് അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്, ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പടം വിജയിക്കും. അതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് കൂടുതൽ ഒരു സിനിമയെ സംബന്ധിച്ച് കൂടുതൽ കൊഴിഞ്ഞിരിക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ലോജിക്ക് അപ്ലൈ ചെയ്യരുത്. നമുക്ക് പടം കാണുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അതൊരു ഏറ്റവും ലോ കോസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ഒരു മീഡിയ ആണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം നോക്കിയാലും ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ലോകത്ത് അല്ലെങ്കിൽ സാമ്പത്തികമാന്യം ഉണ്ടായിട്ടുള്ള വേളകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം 2008 സപ്രൈം മോർഗേജിൻ്റെ സമയത്താണ് അവതാർ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അടിയന്തരാവസ്ഥ ഉണ്ടായ സമയത്താണ് ഷോല റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾ ഗോൺ വിത്ത് ദ വിൻഡ് അതാണ് ഏറ്റവും വലിയൊരു ഹിറ്റ് ഫിലിമായിട്ട്. അതൊക്കെ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇതിൻ്റെ അതൊരു എക്കണോമിക്കൽ ഒരു സാധനമുണ്ട്. അപ്പം നമുക്കൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് ആവശ്യമുള്ളത്. അപ്പോൾ അത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ കിട്ടുന്ന ഒരു മീഡിയയാണ് ഫിലിം. ആ ഫിലിം ഇവിടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ അതിനകത്ത് കൂടുതൽ കുഴിഞ്ഞ് ചിന്തിക്കണം എന്നുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. ഈ സിനിമ കാണുമ്പോൾ ലോജിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ? ശരിയാണ്. നമ്മളിപ്പോൾ ലോക മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. അതിനകത്ത് ലോജിക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലോജിക്ക് എന്താ? അത് ഒരിക്കലും സംഭവിക്കാന്ന് പറയാം. പക്ഷെ നമ്മുടെ ഒരു
നമുക്കറിയാവുന്ന നമുക്ക് കേട്ട് പരിചയമുള്ള കഥകൾ അതിനുള്ളിൽ വരുമ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് നമുക്ക് സിനിമ വർക്കാവുന്നതും ഇത്രയധികം കളക്ഷൻ മേടിക്കുന്നത്. നമ്മളൊരു സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതൊന്നെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കണക്ട് ആവുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രധാന കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മിത്താണെങ്കിൽ കൂടി നമുക്കത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ എല്ലാവരെയും അതിനകത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുക, നമുക്ക് വിഷ്വലി ട്രീറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കാന്താര ആയിക്കോട്ടെ, അത്ര സിനിമകൾ വരുന്ന ഒരു സമയത്ത് നമ്മൾ അതിന്റെ ലോജിക്ക് അന്വേഷിച്ച് പോകാതിനപ്പുറത്തേക്ക് നമ്മളെ ആ സിനിമ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് നീലി എന്ന് പറയുന്ന ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മൾ ആ കഥാപാത്രത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകം നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യമായി മാറുന്നതും സിനിമയാവുന്നതും അതിന്റെ ലോജിക്കിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാത്തതും. പക്ഷേ ഈ ലോക മൂവി ആണെങ്കിലും ഈ ലോക മൂവി തന്നെ കുറച്ച് ക്രിറ്റിസിസം വരുന്നുണ്ട്. കാരണം നമ്മൾ ചിലപ്പം അത് ക്രിറ്റിസിസം അധികം ആളുകൾ കൊണ്ടുവരുന്ന എന്തിനാന്ന് വെച്ചാൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അതല്ല സത്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും വീണ്ടും വിശ്വസിക്കാനുള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഇപ്പം കള്ളിയങ്കാട്ട് നീതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ കള്ളിയങ്കാട്ട് നീതിനെ നമ്മളൊരു മിത്തായി കാണുമ്പോൾ ആ സിനിമയിലൂടെ അത് വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, മിത്തല്ല എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇത്തരത്തിൽ മിത്തായ കാര്യങ്ങൾ എന്തിനു വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ഈ സിനിമയിലൂടെ വരുന്നുണ്ട്. അപ്പം അതിൽ തന്നെ കള്ളിയങ്കാട്ട് നീലിയായിട്ടും അതേപോലെ തന്നെ വാമ്പയർ എന്നുള്ളൊരു സംഭവമായിട്ടും വരുന്നുണ്ട്. അപ്പം ഇതിൽ കള്ളിയങ്കാട്ട് നീലിയാണോ അതോ വാമ്പയർ എന്ന വൈറസ് എന്നുള്ള രീതിയിലാണോ ആ സിനിമ പോകുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇവിടെ സജീവമാവുന്നുണ്ട്. അപ്പം ലോക സിനിമ ഒക്കെ അല്ലാത്ത ആളുകളും ഉണ്ട്. അതിൻ്റെ ഒരു റീസൺ ഇതുപോലുള്ള മിത്തിനെ എന്തിനെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ള ചർച്ചകളിലേക്കാണ്. ഈ സിനിമയുടെ ലോജിക്കാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. ഇപ്പോൾ എനിക്കൊരിക്കലും തോന്നുന്നില്ല ഇപ്പോൾ ഇതൊരു ഇപ്പോൾ ലോക ഒരു ഉദാഹരണം പറയണമെങ്കിൽ അതങ്ങനെ മിത്ത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു സിനിമയാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ലോജിക്ക് നോക്കുന്നത് ഇപ്പൊ എങ്ങനെ സെറ്റാണ്. ഇപ്പോൾ മിന്നൽ മുരളി പോലുള്ള സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ സൂപ്പർ ഹീറോ സിനിമകൾ അവിടെ നമ്മൾ ലോജിക്ക് ഒരിക്കലും നോക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ലോജിക്ക് നോക്കേണ്ട ചില സിനിമകൾ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള കുറെ സിനിമകൾ ഇങ്ങനെ ഈ ഒരു തരത്തില് സ്പൂഫ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ലോജിക്ക് നോക്കില്ല. കാരണം അതിനൊരു പർപ്പസ് ഉണ്ട്, എന്തിനാണ് അത് കാണിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അതേസമയം ഇതൊന്നും പർപ്പസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റുകളോ ഒന്നും ഇല്ലാതെ ഇത് വളരെ ലോജിക്കലാണ് എന്ന് മൂവി മേക്കേഴ്സ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു ലോജിക്ക് ഇല്ലാത്തൊരു കാര്യത്തെ കാണിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ ലോജിക്ക് നോക്കും. അപ്പൊ ഇപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ ഒട്ടും സത്യസന്ധ അല്ലാത്തൊരു വിഷയം ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ, അത്തരം സിനിമകൾ നമ്മള് ഇപ്പോ അതിനൊരു പർപ്പസ് ഉണ്ട്. അതിന്റെ ഒരു പർപ്പസ് എന്താണ്? ആ പ്രൊപ്പഗാൻഡ എന്നുള്ള പർപ്പസ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ലോജിക്ക് നോക്കുന്നത് ഇതിനകത്ത് ലോജിക്കലി ഇത് ശരിയാണോ? അല്ലെ ഇപ്പൊ നമുക്ക് ആ സിനിമ കണ്ടിട്ട് അത് അങ്ങനെയല്ല, അത് കേരളത്തിന്റെ കഥ അല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് ആ സിനിമ കണ്ടിട്ട് ഇത് അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതല്ല കേരളം എന്ന് പറയുന്നത്? അപ്പൊ അങ്ങനെ ലോജിക്ക് നോക്കേണ്ട സിനിമകളും ഉണ്ടാവും, ലോജിക്ക് നോക്കേണ്ടാത്ത സിനിമകളുണ്ടാവും. അപ്പൊ ആ സിനിമക്കുള്ള ഒരു പർപ്പസ് തിരിച്ചറിയണം. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആ സിനിമയുടെ പർപ്പസ് ഇപ്പൊ എന്തായിരിക്കും? ഒരു പ്രൊപ്പഗാൻഡയാണ്. ആ പ്രൊപ്പഗാൻഡയിൽ വീണു പോകുന്ന ആളുകളുണ്ടാവും, വീഴാത്ത ആളുകളുണ്ടാവും. അതില് വീഴാതിരിക്കാൻ ഇപ്പോ എനിക്ക് തോന്നുന്നത് നേരത്തെ സംസാരിച്ച നിലവാരം എന്നതിന്റെ അപ്പുറത്തേക്ക് അതിനെ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് വളരെ പോസിബിൾ ആണ്. അപ്പൊ ആ സിനിമ ഇപ്പൊ കേരളത്തിന്റെ പുറത്ത് അതെങ്ങനെയാണ് വർക്കാവുന്നത് അതുപോലെ ആവില്ല കേരളത്തിൽ വർക്കാവുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആരോ സിനിമ കണ്ടിട്ടുണ്ട് അത് ആ രീതിയിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുള്ള അതിന്റെ ഇതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ആയിട്ട് നമുക്കത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമുക്ക് ബേസിക്കലി ലോജിക്ക് നോക്കേണ്ട സിനിമകളും ഉണ്ടാവും, ലോജിക്ക് നോക്കേണ്ടാത്ത സിനിമകളും ഉണ്ടാവും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നിയില്ല സേഫോ. കാരണം ലോജിക്ക് നോക്കുന്നതിലേക്കായും എനിക്ക് തോന്നിയത് ക്ലാസ് ഉണ്ട് സിനിമയ്ക്ക് എന്നുള്ളതാണ്. അനന്ത് പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത്. അതിന് കാരണം നമ്മൾ അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ സുസു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഫുള്ളി വയലൻസ് ഉള്ളൊരു ചിത്രമാണത്. പക്ഷെ അത് മലയാളികൾ കാണുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മറ്റേ തെലുങ്ക് ഡബ് ചെയ്ത സിനിമകൾ വരെ നമ്മൾ സ്വീകരിച്ചതാണ്. ആര്യയുടെ മറ്റേ പഞ്ചസാര ഉമ്മ ഉമ്മ എന്നുള്ള പാട്ടൊക്കെ നമ്മളിവിടെ പാടിക്കൊണ്ട് നടന്നതാണ്. അപ്പോൾ ക്ലാസ് ഉണ്ട്. ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചിട്ടായിരിക്കും അവര് സിനിമേനെ ഉൾക്കൊള്ളുക. അതിപ്പോ ഈ പറഞ്ഞ കേരള സ്റ്റോറി ആണെങ്കിൽ അതായത് ഞാൻ ജനിച്ചു 1 വർഷം കഴിഞ്ഞ ശേഷം അന്ന് തൊട്ട് എന്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പ്രൊപ്പഗാൻഡ പടം പ്രിയദർശന്റെ കാലാപ്പനിയാണ്.
തൊണ്ണൂറ്റിയാറിലാണ് ആ പടം റിലീസാകുന്നത് നിൽക്കുക. അത് ഞാൻ ചോദിച്ച് ഒരു വയസ്സാവുന്നതിന് മുമ്പ് ഇറങ്ങിയ പടം. അത് ആ കാലഘട്ടത്തിൽ പറഞ്ഞ് വളരെ വർഗീയമായ അജണ്ട വെച്ചുകൊണ്ട് പുറത്തിറക്കിയ പടം. പക്ഷെ ആ പടം അന്നും ഇന്നും കൾട്ടായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ആ പടത്തിൽ പറയുന്നത് പൊളിറ്റിക്സ് എന്ന് ആലോചിച്ച് നോക്കും. ആ പടം ഇന്നും എത്രയും മനസ്സിലെ കൾട്ട് പടം. അത് അങ്ങനെ ആ പടം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാസ് വേണം, അതിനൊരു വിവേകം വേണം. അല്ലെങ്കിൽ എന്താ പറയാ, അത് ആ പടം ഇന്ന് ഞാൻ ഇപ്പോഴും തോന്നുന്നുണ്ട്. പല സിനിമാ ചർച്ചകളുടെ ഇടയ്ക്കും പോകുമ്പോൾ കാലാപ്പാനി പറഞ്ഞ പടം പിന്നെ എന്തുകൊണ്ടുണ്ടായില്ല. ഞാൻ അപ്പോഴും ചോദിക്കാം, കാലാപ്പാനി എന്ത് പടമാണ് ആ പടത്തിൽ എന്താണ് പറയുന്നത്? കാലാപ്പാനി പറയുന്നത് ഒരു വളരെ വലിയൊരു അജണ്ടയാണ്. ആ അജണ്ട ഇഷ്ടപ്പെടുന്നവർ ഇന്നും ഉണ്ടെന്നുള്ളതാണ്. അവിടെയൊക്കെയാണ് ഇന്ന് വന്നിട്ട് പറഞ്ഞതിന് ഈ പറഞ്ഞ സ്റ്റോറി, കേരള സ്റ്റോറി, പിന്നെ ഇപ്പൊ അതിന് ശേഷം പിന്നെ കുറെ പടങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ മലയാളം ബേസിലും ഹിന്ദിയിലും നോർത്തിൽ കുറെ പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവര് ഈ പറയുന്നവരൊക്കെ തന്നെ കാലാപ്പാനിയോട് വലിയ ആരാധകരാണെന്നുള്ള വിരോധമാണ്. ഒത്തിരി അതുപോലത്തെ പഴയ പടങ്ങൾ ഇപ്പൊ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയം മനസ്സിലാവാനിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇല്ലാത്തതുകൊണ്ട്. ഈ സുമയ്യ ഇപ്പൊ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമയ്യ സംസാരിച്ച അവിടുന്ന് ഒരു കണക്ഷനാണ് ഇത് ചെയ്യുന്നത്. അതായത് ക്ലാസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത് സിനിമ കാണുന്ന പ്രേക്ഷകര് വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ്, പലതരത്തിലുള്ള ആളുകളാണ്. അത് വളരെ കറക്റ്റാണ്. അതിന് ഈ പറയുന്ന പോലെ ക്ലാസ്, നിലവാരം അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനെയാണ് ഞാൻ പ്രശ്നവൽക്കരിക്കുന്നത്. അതായത് ഒരു സിനിമ കാണുന്ന തരത്തിലുള്ള ആളുകൾ ഇപ്പൊ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരു സാധാ അല്ലെങ്കിൽ വേറൊരാൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അത് അങ്ങനെ പല സിനിമകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിരന്തരമായിട്ട് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളും പുറത്ത് മറ്റുള്ള രാജ്യങ്ങളിലുള്ള സിനിമകളൊക്കെ കാണുന്ന ഒരാൾ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ ഒരു മലയാള സിനിമ കാണുന്നത്. അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളുകൾക്ക് കിട്ടുന്ന എക്സ്പോഷർ അനുസരിച്ചിട്ട് അവർ സിനിമേനെ മനസ്സിലാക്കിയതും അവരുടെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഓരോരുത്തരും സിനിമേനെ കാണുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിന് ക്ലാസ്, നിലവാരം എന്നീ രണ്ട് വാക്കുകൾ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എല്ലാവരും ഒരേ തരത്തിലാണ് സിനിമ കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആളുകൾ പലതരത്തിലാണ് സിനിമ കാണുന്നത്. പക്ഷെ അതിന്റെ നിലവാരം, ക്ലാസ് എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ പറയാൻ പറ്റില്ല സീഫു. കാരണം ഒരു വൈറസ് കടിച്ചിട്ടാണ് ഈ നീലിക്ക് ഇത് വരുന്നു എന്ന് നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ടല്ലോ. ട്രെയിൻ ടു ബുസാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് സിനിമ ഉണ്ട്, കൊറിയൻ സിനിമ. അത് ഇതേപോലെ ഒരു സ്ത്രീ ഒരാളെ കടിച്ചാൽ ആ വൈറസ് അവരുടെ അടുത്തേക്ക് പോകും, അയാൾ മറ്റാളെ കടിച്ചാൽ വൈറസ് പോകും. അങ്ങനെ ഒരു സിനിമയാണ് അത്. അപ്പൊ അതിനൊരു മലയാളി ടച്ച് കൊണ്ടുവന്നപ്പോ നമുക്ക് ലോകം ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ ക്ലാസ് ഉണ്ട്. മറ്റേ പഴയ ഒരു ജപ്പാൻ പടങ്ങളൊക്കെ പലതും ഒത്തിരി സിനിമ മലയാളത്തിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് ജപ്പാൻ സിനിമയിൽ കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിന് പ്രകാരം നമ്മുടെ ക്ലാസ്സിനനുസരിച്ചിട്ട് അത് വന്നിട്ടില്ല. നമുക്ക് ജപ്പാൻ എന്ന് പറയുമ്പോൾ വേറെ ഏതൊരു ക്ലാസ് അത് വിചാരിക്കുന്നു. നമ്മളുടെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്കത് ഇഷ്ടപ്പെടുന്നത്. അല്ല, അപ്പോഴും നിലവാരം എന്നുള്ള വാക്ക് പറയാൻ പറ്റുമോ? കാരണം അതായത് ഇപ്പോ ആ ആളുകൾ നിലവാരമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ സിനിമ ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ നിലവാരമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ നിലവാരമുള്ളതുകൊണ്ടാണ് സിനിമ ഇഷ്ടം, അങ്ങനെ പറയാൻ പറ്റും നമുക്ക്. അപ്പോഴും അവിടുത്തെ പ്രശ്നം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ, നിലവാരം എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുമ്പോൾ വളരെ പ്രശ്നമുള്ളൊരു വാക്കാണ്. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് വരുന്നത്. നിലവാരം എന്താ പറയാ, നമ്മള് അതായത് സിനിമയെ കുറിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ ലഭിച്ചിട്ടുള്ള അറിവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അറിവില്ലാത്ത ഒരാളെ നിലവാരം ഇല്ലാന്നല്ലല്ലോ നമ്മൾ പറയാം. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ എക്കോ പറഞ്ഞ ഒരു സിനിമ, ആ സിനിമ ഒരിക്കലും അതിനകത്ത് ഇപ്പൊ എനിക്കറിയില്ല എത്രത്തോളം ആളുകൾ ഈ സിനിമ കണ്ട ആളുകൾ ഉണ്ട് എന്നുള്ളത്. നമുക്ക് ഇപ്പോ അതായത് സംരക്ഷണം, തടവ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ ജയിലിലിടുക എന്ന് പറയുമ്പോൾ വളരെ അല്ലെങ്കിൽ ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർക്ക് ഒരാളെ ഒരു റൂമിനകത്ത് അടച്ചിടുന്നു, അതിനങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും. നേരെ മറിച്ച് കുറച്ചുകൂടി അറിവുള്ള ആളുകൾ മനസ്സിലാക്കുന്ന എന്താണ്, ആ മനുഷ്യൻ അവിടെ അവന്റെ എല്ലാ സ്വാതന്ത്ര്യവും തടഞ്ഞു നിർത്തിയിട്ട് അവനെ ഒരു ഇതിനകത്ത് അടച്ചിടുകയാണ്, അവന്റെ അവകാശങ്ങൾ അവിടെ ലംഘിക്കപ്പെടുകയാണ്. ഉദാഹരണം പറയാം, വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു കേസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു വിവാദമായിട്ടുള്ള കേസ്. എനിക്ക് തോന്നുന്നത് ജനഗണമന എന്ന് പറഞ്ഞ സിനിമക്കകത്ത് ഒരു കേസ് ഉണ്ടാവുന്ന സമയത്ത് ഒരു വ്യക്തിനെ പോലീസ് വെടിവെച്ച് കൊല്ലുന്നു. നമ്മളടുത്ത് പറയുന്നു അയാളാണ് പ്രതി, വെടിവെച്ച് കൊല്ലുന്നു. വളരെ സാധാരണ ആളുകൾ എന്ന് പറയാം, അടിപൊളി, ഭയങ്കര സംഭവം, അതായത് ആ ആളിനെ വെടിവെച്ച് കൊല്ലണം, അവൻ പ്രതിയാണ്, അവൻ കൊല്ലപ്പെടണം. പക്ഷെ ഇതിനെ വേറെ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. വേറെ തരത്തിൽ അവന്റെ, അതായത് ഇവിടെ കൃത്യമായിട്ട് അവനല്ലെങ്കിലോ ഇനി
പോലീസിന്റെ അജണ്ട ആണെങ്കിലും. അപ്പൊ ആ രീതിയിൽ ഒരു സിനിമേനെ കാണുന്ന ആളുകൾ അവർക്ക് അവരുടെ സിനിമേനെ വിദ്യാഭ്യാസം. അതല്ല, സിനിമയ്ക്ക് അതായത് നിലവാരം ഇല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഞാൻ സിനിമകൾ എല്ലാം കാണുമെന്ന് പറയാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട, നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടിട്ടോ ആളുകൾ പറഞ്ഞ റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് സിനിമ പോയി കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ചില സിനിമകൾ ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമകളുണ്ട്, ചിലത് നമ്മൾ കണ്ടുവിടേണ്ട സിനിമകളുണ്ട്, ചിലതിനെ സിനിമയായി മാത്രം കാണേണ്ട സിനിമ, അങ്ങനെയുണ്ടല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പടങ്ങളാണ് ഇഷ്ടം. ഇപ്പം കാതൽ എന്ന് പറയുന്ന സിനിമ അത് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇപ്പോഴും ഏതെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് കാതൽ. അതേസമയം ഇവിടെ ഭയങ്കര ക്ലാസ് ആയി വന്ന് ഭയങ്കര ഹിറ്റ് അടിച്ച ലോകം എനിക്ക് വർക്കായില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് ആ സിനിമ കണ്ടിട്ട്. എനിക്കത് ഒട്ടും വർക്കായില്ല സിനിമ. അപ്പം ഇപ്പൊ എൻ്റെ കൂടെ വന്ന മറ്റു 3 പേർക്ക് ആ സിനിമ കണ്ട് അവർ കൈയടിക്കുന്നു, ചിരിക്കുന്നു, മറിയുന്നു. അപ്പം എനിക്ക് നിലവാരം ഇല്ലായ്മയും അവർക്ക് നിലവാരം ഉണ്ടെന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിനനുസരിച്ച് ആ സിനിമ എനിക്ക് വർക്കായില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ വരുന്ന ആൾക്ക് നിലവാരം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് നിലവാരം ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ സിനിമ വർക്കാവാത്തത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം എനിക്കിപ്പം കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ കൂടെ വരുന്ന ആൾക്ക് ചിലപ്പോൾ അത്തരം സിനിമകൾ അത്രയും കണ്ടിരിക്കാൻ പറ്റണമെന്നില്ല. അപ്പം ഓരോരുത്തരുടെയും തിങ്കിങ് ഓഫ് തോട്ട്സ് വേറെ ആയിരിക്കും. സോ അവർക്ക് ആ പടം ഇഷ്ടപ്പെടും, ഇവർക്ക് പടം ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഇതിനനുസരിച്ചാണ് പടങ്ങൾ ഓരോരുത്തർക്കും വർക്കാവാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവിടെ നിലവാരം ഇല്ലായ്മ, നിലവാരം ഉണ്ട്, അങ്ങനത്തെ ഉണ്ടെന്ന് തോന്നുന്നില്ല. സിനിമയിൽ ഇത്രയും ഈ ലോജിക്ക് നോക്കാതെ ആദ്യം സിനിമ നിങ്ങൾ എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കും. എന്നെ സംബന്ധിച്ചാണ് അതൊരു എന്റർടൈൻമെന്റിനുള്ള ഒരു ഉപാധി മാത്രമാണ്. അവിടെ നമ്മൾ ലോജിക്ക് നോക്കുന്ന യാതൊരു അർത്ഥവുമില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ എല്ലാം നമുക്ക് നോക്കിയിട്ടില്ല. അപ്പം ചിലർ ആ ഒരു സാധ്യതയിൽ പ്രൊപ്പഗാൻഡ അജണ്ടയോ ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ അതിനെ തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ മലയാളികൾക്കും ഉണ്ട്, പ്രേക്ഷകർക്കുണ്ട്. നമ്മൾ പ്രേക്ഷകരുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അവന് ഏറ്റവും ചെലവ് കുറഞ്ഞൊരു വിനോദോപാധി മാത്രമാണ് സിനിമ. നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. ഇപ്പം അല്ലാതെ എൻ്റെ അജണ്ട ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം അടുക്കള കത്തി വെക്കരുതെന്ന് പറയുന്ന പോലെ കത്തി ഉപയോഗിച്ച് കുത്താനും പറ്റും, കറിക്കരിയാനും പറ്റും. കറിക്കരിയുടെ കത്തി വേണം എന്ന് പറയുന്നില്ല. സിനിമ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഇമോഷണൽ കണക്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടെങ്കിൽ ആ സിനിമ കാണുക. അതിൻ്റെ അത് വേറെ ലോജിക്ക് നോക്കരുത്. ലോജിക്ക് നോക്കി നിങ്ങൾ ഒറ്റ കാര്യമുണ്ട്, അതായത് ബ്രെവിറ്റി ദ സോൾ ഓഫ് വിറ്റ് എന്ന് പറയും. നമ്മൾ വിശദീകരിക്കുമ്പോൾ ഒരു നർമ്മം അല്ലാതായി മാറും. അത് അതിൻ്റെ ആ സംക്ഷിപ്തമായിട്ട് കിട്ടുമ്പോഴാണ് കിട്ടുന്നത്. നമ്മൾ ചെന്നിരുന്ന് കാണുന്നു, നമ്മൾ ഇമോഷണൽ കണക്ട് ചെയ്യുന്നത്, പടം കാണുക, കൈയടിക്കാൻ പോരുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്രയും കുഴിഞ്ഞെത്തിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക്കലി പോകാൻ വേറെ എന്തൊക്കെയോ മീഡിയം ഉണ്ട്, അതിലേ പോയി പഠിച്ചാൽ പോരെ. പ്രേക്ഷകർ നിങ്ങളിങ്ങനെ താഴ്ത്തി കാണുകയും ചെയ്യും. ഇത് കണ്ടത് കൊണ്ട് പ്രേക്ഷകരെല്ലാം വിശ്വസിച്ച് പോകുന്നൊന്നുമല്ല. അതിനങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ സിനിമ എന്ന് പറയുന്നത് പിന്തു പറഞ്ഞു എന്നെ സംബന്ധിച്ച് എന്റർടൈൻമെന്റ് ആണെന്ന്. എന്നെ സംബന്ധിച്ച് എന്റർടൈൻമെന്റ് അല്ല, എന്റർടൈൻമെന്റ് മാത്രമല്ല, എല്ലാം ആണ്. അത് അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റ് ആണ്. പക്ഷെ അത് പറയുമ്പോ തന്നെ നിങ്ങൾ പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്റർടൈൻമെന്റ് ആണ്. അതായത് അതിനങ്ങനെ കാണാൻ മതി, അങ്ങനെ വിട്ടാൽ മതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ വിട്ടാൻ പറ്റില്ല. അപ്പൊ എക്കോ പോലത്തെ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് അത് എന്റർടൈൻമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ വിട്ടു വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ കാര്യത്തില് പറയാൻ പറ്റും. ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ് എന്ന് പറയും. എന്റെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിന്റെ ലോജിക്ക് നോക്കരുത്. അത് ഞാൻ പറഞ്ഞു. ഒരു നർമ്മം വിശദീകരിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് ചിരിക്കുന്ന വ്യക്തികളില്ല. അത് ആദ്യം പറയുമ്പോൾ അത് കണക്ട് ചെയ്യാൻ മാത്രമേ ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സിനിമകൾ കാണുന്ന ആളുകളുണ്ടാവും. ലോജിക്ക് നോക്കരുതെന്ന് പറഞ്ഞു. അതിന്റെ നിങ്ങൾ ലോജിക്ക് നോക്കുന്നില്ല എന്ന് പറയാം, ബാക്കിയുള്ള ലോജിക്ക് നോക്കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. വിശദീകരിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് ചിരിക്കുന്ന ആരും ഈ ലോകത്തിൽ എന്ന് പറയുന്നുള്ളൂ. എന്റർടൈൻമെന്റ് ഉള്ളതാണ് ലോജിക്ക് നോക്കരുത്, ഇമോഷണലി കണക്ട് അങ്ങനെ പറയാൻ പറ്റില്ല. എന്റർടൈൻമെന്റ് മാത്രമല്ല, പ്രൊപ്പഗാൻഡ അതിനകത്ത് വരാനേ അത് തിരിച്ചറിയുമ്പോൾ ചർച്ചകളുണ്ടാവും. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അടുക്കള കത്തി വേണോ വേണ്ടത് അല്ല, ഒരു അടുക്കള കത്തി വേണമെന്ന് വെച്ചാൽ കത്തി ചിലപ്പോ കത്തി പല ആവശ്യങ്ങൾക്ക് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അടുക്കള ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. എങ്ങനെ അടുക്കള നിന്നുകൊണ്ട് കത്തി ലോജിക്ക് മനസ്സിലല്ലേ ഞാൻ പറയുന്നത്? അത് എന്റർടൈൻമെന്റ് മീഡിയ ആണ്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ കാണാൻ പാടുള്ളൂ. ലോജിക്ക് നോക്കരുത് എന്ന് പിന്നീട് പറയാൻ പറ്റില്ല. പിന്നീട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്റർടൈൻമെന്റ് ടൂളാണ്, ഞാൻ ലോജിക്ക് നോക്കാറില്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ ലോജിക്ക് നോക്കരുത്. രണ്ടാമത് വിശദീകരിച്ചിട്ട് ചിരിക്കുന്ന ഒരു നർമ്മവും ഈ ലോകത്തില്ല. എങ്ങനെ രണ്ടാമത് വിശദീകരിച്ച് ചിരിക്കുന്ന ഒരു നർമ്മ ലോകത്തില്ല. അത് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ബാക്കി മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്ന പ്രൊപ്പഗാൻഡ ഉണ്ടെന്ന് പറഞ്ഞ് പേടിക്കണം. അതൊക്കെ മലയാളികൾക്കായാലും ബാക്കിയുള്ളവർക്ക് തിരിച്ചറിയാൻ വിവേകബുദ്ധിയൊക്കെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ ബാക്കി രീതിയിൽ അതിന്റെ കൗണ്ടർ വരൂലേ? എവിടെ കൗണ്ടർ വരുന്നത് ആളുകൾ അതിന്റെ ലോജിക്ക് നോക്കുന്നുണ്ടല്ലേ.
നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ പറയുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല, അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ട്. ആ ബുദ്ധി വിവേകം അവർക്ക് ഉള്ളത് അവർ ലോജിക്ക് നോക്കുന്നോണ്ടല്ലേ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എന്റർടൈൻമെന്റ് ആണ് ലോജിക് നോക്കരുത്. നിങ്ങളിത് വല്ല പൊളിറ്റിക്കലായിട്ടും ബാക്കിയുള്ള രീതിയിൽ അത്ര സീരിയസ് ആയിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എന്റർടൈൻമെന്റ് അല്ലേ, എല്ലാം നോക്കാം. എന്റർടൈൻമെന്റ് ആണ് സിനിമ, എല്ലാം ആണ്. അല്ല, സിനിമ എപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മീഡിയ ആണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം എല്ലാ സിനിമകൾ വരുമ്പോഴും അത്തരത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. സോഷ്യൽ മീഡിയ കുറച്ചും കൂടി എക്സ്പോസ് ചെയ്ത് വരുന്ന കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ചർച്ചയാവുന്നുണ്ട്. അതുകൊണ്ടാണ് കേരള സ്റ്റോറി കേരളത്തിൽ വന്നപ്പോഴും ചർച്ചയായത്. അതൊരു വെറും ഒരു എന്റർടൈൻമെന്റ് മീഡിയ ആയിട്ട് മാത്രം സിനിമയെ കാണരുത് എന്നുള്ളതുണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റിടത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പം സിനിമ ലോജിക്കായിട്ട് ചിന്തിക്കുന്നത് ാണല്ലോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുള്ളത്. സിനിമയെ കുറച്ചും കൂടി ലോജിക്കലൊക്കെ ചിന്തിക്കണം, കാര്യങ്ങൾ സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ ഒരു വിനോദം മാത്രമായിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ. അതൊരു അനുഭവമാണ്, അതൊരു സംസ്കാരത്തെ മനസ്സിലാക്കലാണ്. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിന്റെ അതിന് യഥാർത്ഥ രൂപത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമുക്ക് അടൂരായാലും അതുപോലെ തന്നെ മണിരത്നമാക്കിയാലും നമുക്ക് ഒരു ദേശം അല്ലെങ്കിൽ ഒരു ഭാഷ എന്ന് പറഞ്ഞൊരു വലിയ ജാലകം തന്നെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുതിയ സംവിധായകർ വന്നു, ലിജോ ജോസ് പല്ലിശ്ശേരി, അതുപോലെ മഹേഷ് നാരായണൻ, അൽഫോൺസ് പുത്രയാരെല്ലാം വന്ന സമയത്ത് ആ സിനിമയുടെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും അതിൽ മനുഷ്യ എന്ന പ്രമേയം ഇപ്പോഴവിടെ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യ എന്ന പ്രമേയത്തിലെ ഇമോഷനിലാണ് സിനിമ പലപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ പറഞ്ഞൊരു ക്ലാസ് വേണം, അത് വേണം എന്നൊക്കെ പറയുന്ന സമയത്തും നമുക്ക് ഇമോഷണൽ കണക്ട് ആവുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതിപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമോഷണലി കണക്ട് ആവണം. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ നീ എന്താണ് എൻ്റെ ഇമോഷൻ ഒന്നും മനസ്സിലാക്കാത്തതെന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവരുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാവുന്നിടത്തോളം നമുക്കത് കണക്ട് ആവില്ല. ആ കണക്ട് ആവുമ്പോഴാണ് സിനിമ നമ്മൾ വിജയിച്ചു എന്നൊക്കെ പറയുന്നത്. അതല്ല എല്ലാവർക്കും ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ ഇമോഷനും കണക്ട് ആവണമെന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോഴാണ് സിനിമ പരാജയപ്പെടുന്നതും വിജയിച്ചു എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ ഈ ലോജിക്ക് നോക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഇപ്പം തമിഴ് നടൻ വിജയനെ നോക്കുകയാണെങ്കിൽ വിജയുടെ സിനിമകൾ ചിലപ്പോൾ തമിഴ്നാട്ടിൽ വളരെ ഹിറ്റ് ആവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് അത് ഓക്കെ ആവാത്തത്? ഇപ്പൊ വിജയ് ചെയ്യുന്ന മാസ് രംഗങ്ങൾ അത് ലോജിക്കോടെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. കാരണം വിജയുടെ മൂവി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കാറിൽ ഇങ്ങനെ പറന്നിറങ്ങുന്നു, അല്ലെങ്കിൽ മറ്റേ ഗോട്ട് എന്നുള്ള സിനിമയൊന്നും നമുക്ക് ഒരിക്കലും ലോജിക്കലി നമുക്ക് ആ സിനിമ കണ്ടിരിക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. അതുകൊണ്ടാണ് അതിപ്പോ നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആ ഇമോഷൻ കണക്ട് ആവും. ചിലപ്പം ആ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻ കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പാട് ഇഷ്ടപ്പെടും. ഈ നമ്മളെ പറയുന്നത് ജീപ്പിലെ പറക്കുന്നത് മാത്രമല്ല നമ്മളോട് പ്രശ്നം വരുന്നത്. നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷനിലെ കൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സഞ്ചരിക്കുക. ആ ക്യാരക്ടർ എന്താണോ പറയുന്നത് അതായിരിക്കും നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു വരും. ഞാൻ പറയാം, പലപ്പോഴും തെലുങ്കിന്റെ മലയാളം ഡബ് വേർഷൻ കണ്ട് ഇഷ്ടപ്പെടുന്ന ഭൂരിപക്ഷം ആൾക്കാരുണ്ട് ഇവിടെ. അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അവർ പറക്കുന്നതും മറ്റേ അതിന്റെ സ്റ്റണ്ടും ഒരു പിന്നെ തല്ലി അങ്ങ് പറന്നു പോകുന്നത് മാത്രമല്ല, ആ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻ എല്ലാ പടങ്ങളല്ല ഞാൻ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമുക്ക് മലയാളത്തിൽ അങ്ങനെ എടുത്താൽ ചിലപ്പോൾ വിജയിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിന്റെ മലയാളം പക്ഷെ നമ്മൾ പോയി കാണും. അതാ ഇമോഷനും അതിന്റെ ഒരു മേക്കിങ്ങിന്റെ ഒരു ഇതും. പക്ഷെ അത് തിയേറ്ററിൽ എത്തുമ്പോൾ നമ്മൾ പോയി കാണുന്നുണ്ടോ എന്നുള്ളത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ തിയേറ്റർ വിജയം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത്തരം സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ മലയാളികൾ അത്തരം എത്ര മറ്റു ഭാഷാ സിനിമകൾ ഇത്തരത്തിൽ വളരെ മാസ് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ലോജിക്കും ഇല്ലാത്ത സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമില്ലേ? അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് KGF. KGF കാണുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. KGF വിജയിച്ച പടമല്ലേ? വിജയിച്ച പടമാണ്. പക്ഷെ അവിടെ അല്ല, ഇപ്പോഴും രജനികാന്തിന്റെ ഒരു പടം വന്നാൽ നമ്മൾ എല്ലാവരും കാണൂലേ? അതൊരു മാസ് മസാല പടമല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാണാത്തവരുണ്ടാവും. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല വിജയം എന്നുള്ളതല്ല. അപ്പൊ ഞാൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയുന്നത്, ഒട്ടും ലോജിക്ക് ഇല്ലാത്ത രീതിയിലേക്ക് സിനിമ കാണാൻ പറ്റില്ല. ഇങ്ങനെ സിനിമ ഇത്രയും ലോജിക്കോടെ വിമർശിക്കുന്നവരൊക്കെ അങ്ങനെയാണെങ്കിൽ നായികയുടെ ഒക്കെ സാമൂഹ്യ പ്രതിബദ്ധത അവരുടെ നിലവാരമൊക്കെ നോക്കട്ടെ. രജനീകാന്തിനെ പോലെ ഇങ്ങനെ ശുദ്ധനായിട്ടുള്ള വേറെ ആരുണ്ട്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാം അണിഞ്ഞൊരുങ്ങി കിടക്കുന്നു. ശരിക്കും സിനിമയിലെ നായകന്മാരാണ് ജീവിതത്തിലെ വില്ലന്മാർ, സിനിമയിലെ വില്ലന്മാരാണ് ജീവിതത്തിൽ ശരിക്കും നായകന്മാർ. അത് ഈ ലോജിക്ക് നോക്കുന്നവർക്ക് ഇത് ഞാൻ അത് പറ്റില്ല. ഈ പോയിന്റ് കൂടി ഇട്ടില്ല. ലോജിക്ക് നോക്കുക അല്ലെ, ശരിക്കും ഞാൻ ചോദിക്കുന്നത് ലോജിക്ക് നോക്കുന്നവരൊക്കെ അങ്ങനെയാണെങ്കിൽ ഏത് നായകനെ ഇഷ്ടപ്പെടും? നായകന്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞു ഇഷ്ടപ്പെടും. അപ്പൊ പിന്നെ ലോജിക്ക് ഒന്നുമില്ല. എന്റർടൈൻമെന്റ് ആണ്. ലോജിക്ക് ഇപ്പൊ വേണ്ടേ?
നായകനെ അപ്പൊ അവിടെ മാത്രം നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് നോക്കാം. നായകനെ തൊട്ടപ്പോൾ നിങ്ങൾക്ക് പൊള്ളി അല്ല, നിങ്ങൾക്കപ്പൊ നായകനെ തൊട്ടപ്പോൾ പൊള്ളി, നായകന്റെ സാമൂഹ്യ പരിണത വേണ്ടവർക്ക് നിങ്ങൾക്ക് പൊള്ളി. ഒന്നും വേണ്ട, സാധാ എന്റർടൈൻമെന്റ് ആണ്, കാണുക ചിരിക്കുക പോവുക. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി പോരും, അല്ലെങ്കിൽ കണ്ടിട്ട് പോരും, അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സിനിമേനെയാണ് നോക്കുന്നത്. നമ്മൾ സിനിമേനെയാണ് നോക്കുന്നത്. നായകനെ ആര് നോക്കുന്നത്? നായകനൊക്കെ ആര് നോക്കുന്നത്? സിനിമയാണ് കാണുന്നത്. എനിക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റില്ല, അത്ര ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല. അതെ, അങ്ങനെയാണെങ്കിൽ നായികയുടെ ഒക്കെ സാമൂഹിക പ്രതിബദ്ധത അവരുടെ നിങ്ങൾ ഏതെങ്കിലും സിനിമ ജീവിതത്തിൽ ലോജിക്ക് നോക്കി കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങളിപ്പോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റും? ലോജിക്ക് നോക്കി കഴിഞ്ഞാൽ സിനിമ ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ അജണ്ടയെ പറ്റി പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നായകന്റെ സാമൂഹിക പ്രതിബദ്ധത, അയാളുടെ എത്തിക്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അങ്ങനെ ഇല്ലാത്ത ഒരാൾ അഭിനയിക്കുന്നതുകൊണ്ട് ഇഷ്ടപ്പെടാം. ലോജിക്ക് അവിടെ വേണ്ടേ? ഞാൻ അവിടെ ലോജിക്ക് വേണ്ടേ? നിങ്ങൾ പൊളിറ്റിക്സിനെ പറ്റി കണക്ട് ആവുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ നായകൻ എന്നുള്ള വാക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. അഭിനയിക്കുന്ന